ബഹുമാന്യ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തുൽ മുൽക്ക് എന്ന അനുഗ്രഹീതമായ സൂറത്തിൻ്റെ ചർച്ച അതിൻ്റെ അവസാനത്തെ സെഷനിലാണ് നാം ഇന്നെത്തി നിൽക്കുന്നത്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു തരട്ടെ. ഇന്ന് 28, 29, 30 ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനി അല്ലാഹു വമൻ മഅയ ഔ റഹിമന ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. ഖുൽ നബിയെ, അങ്ങ് പറയുക, സത്യനിഷേധികളോട് ചോദിക്കുക, അറഅയ്തും ഇൻ അഹ്ലകനി അല്ലാഹു വമൻ മഅയ ഔ റഹിമന, അള്ളാഹു എന്നെയും എൻ്റെ കൂടെയുള്ള വിശ്വാസികളെയും നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദീർഘായുസ്സു തന്ന് ഞങ്ങളോട് കരുണ കാണിക്കുകയോ എന്തു ചെയ്താലും നിങ്ങൾക്കെന്താണ് എന്ന് പറയൂ. ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. ഞങ്ങളുടെ കാര്യം എന്താണെങ്കിലും സത്യനിഷേധികളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് കാത്തു സൂക്ഷിക്കാൻ ആരുണ്ട്? അള്ളാഹുവിൻ്റെ ഒരു വെല്ലുവിളിയാണ് ഇവിടെ നാം കാണുന്നത്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. സൂറത്തു തൂരിൽ 30-ാമത്തെ ആയത്തിൽ കാണാം, അം യഖൂലൂന ശാഇർ നതറബ്ബസു ബിഹി റൈബൽ മനൂൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കവിയാണോ? സത്യനിഷേധികൾ തമ്മിൽ നടത്തുന്ന ഒരു സംസാരമാണത്. എന്നിട്ട് അവർ പറയുകയാണ്, അവൻ എന്താണെങ്കിലും നതറബ്ബസു ബിഹി റൈബൽ മനൂൻ, കാര്യമായ ഒരു വിപത്ത്, കാലവിപത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ, മുഹമ്മദിൻ്റെ അനുയായികൾക്ക് മേൽ വർഷിക്കപ്പെടാൻ പോവുകയാണ്. കാരണം നമ്മുടെ പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞു, നമ്മുടെ കുലദൈവങ്ങളെ നിഷേധിച്ചു, ഞങ്ങൾ നമ്മുടെ പരദേവതകളെ ആരാധിക്കാൻ വിസമ്മതിച്ചു, പരമ്പരാഗതമായി നാം ആചരിച്ചു വരുന്ന പലതിനെയും തെറ്റാണെന്ന് തള്ളിപ്പറഞ്ഞു. അതുകൊണ്ട് സ്വാഭാവികമായും കാലവിപത്തുകൾ മുഹമ്മദിനെ തേടി വരും. മുഹമ്മദും അനുയായികളും അധികം നീളം പോവില്ല, അവർ നശിക്കാനായിരിക്കുന്നു. നതറബ്ബസു ബിഹി റൈബൽ മനൂൻ. ഇത് സത്യനിഷേധികളുടെ വലിയ ഒരു പ്രതീക്ഷയായിരുന്നു. അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തെറ്റെന്ന് വിശേഷിപ്പിച്ചതു കാരണം, അതിനെ തള്ളിപ്പറഞ്ഞതു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും നേരെ വലിയ ഒരു വിപത്ത് വന്ന് വീഴും, അവരാ വിപത്തിൽപ്പെട്ട് നാമാവശേഷമാകും എന്നൊരു പ്രതീക്ഷ സത്യനിഷേധികൾക്കുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത്. ഖുൽ അറഅയ്തും, സത്യനിഷേധികളെ നിങ്ങൾ പറഞ്ഞുതാ, ഇൻ അഹ്ലകനിയല്ലാഹു വമൻ മഅയ ഔ റഹിമന, എന്നെയും എന്നോടൊപ്പമുള്ള വിശ്വാസികളെയും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അള്ളാഹു ഒരു പരീക്ഷണം നൽകി ശിക്ഷിച്ചു എന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു, മരണം സംഭവിച്ചു, സാമ്പത്തികമായ ചോർച്ചയുണ്ടായി, ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ പരീക്ഷണത്തിന് വിധേയമായി എന്ന് തന്നെ വിചാരിച്ചോളൂ. ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ഔ റഹിമന, നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കാതെ അള്ളാഹു ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങൾക്ക് ഒരുപാട് കാലം ഈ ലോകത്ത് ജീവിക്കാൻ ഇനിയും അവസരം തന്നാലും ഞങ്ങൾക്കെന്ത് നഷ്ടം? ഇതിലൂടെ സത്യവിശ്വാസികളുടെ യഥാർത്ഥ മാനസികാവസ്ഥ എന്താവണമെന്നും അതിലൂടെ വിശ്വാസി മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നുവെന്നും പഠിപ്പിക്കുകയാണ്. അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വൈതരണികളും വന്നു ചേർന്നാലും അവന് പേടിയില്ല. ഏതു പ്രതിസന്ധികളെയും മറികടക്കാൻ ക്ഷമ
എന്ന ആയുധം അവൻ്റെ കയ്യിലുണ്ട്. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന മന്ത്രം ചൊല്ലി ഏതു പ്രതിസന്ധിയെയും മറികടക്കാനുള്ള മനോബലം, ഏതു പരീക്ഷണത്തിലും പിടിച്ചു നിൽക്കാൻ ആവശ്യമായ ക്ഷമ, അതിനുവേണ്ട സഹനം ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിലുണ്ടാകും. അസ്വബുറു നസ്ഫുൽ ഈമാൻ. ഈമാനിൻ്റെ പാതിയാണല്ലോ ക്ഷമ എന്ന് പറയുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. ഇൻ അഹിലക്കനി അല്ലാഹു വമൻ മഅയ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എന്നെയും എൻ്റെ കൂടെയുള്ള വിശ്വാസികളെയും അള്ളാഹു നശിപ്പിച്ചു എന്ന് വിചാരിച്ചോളൂ. അതായത് ഞങ്ങൾക്കൊരു പരീക്ഷണം വന്നു എന്ന് തന്നെ വിചാരിച്ചോളൂ. ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ ആ പരീക്ഷണത്തെ ക്ഷമയോടുകൂടെ നേരിടും. ആ ക്ഷമിച്ചതിന് അള്ളാഹു ഞങ്ങൾക്ക് പ്രതിഫലം നൽകും. ഒരു യുദ്ധമുണ്ടായി, ഞങ്ങൾ കൊല്ലപ്പെട്ടു, ഷഹീദായി, അതുവഴി ഞങ്ങൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുവാനാണ് പോകുന്നത്. അതും പ്രശ്നമല്ല. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്നു, പ്രയാസങ്ങൾ വരുന്നു, അത് ക്ഷമിക്കാനുള്ള അവസരമാണ്. ആ ക്ഷമയിലൂടെ അവൻ സ്വർഗമാണ് നേടിയെടുക്കുന്നത്. നഷ്ടപ്പെടാനൊന്നുമില്ല. ഔ റഹിമന. ഇനി പരീക്ഷണങ്ങളൊന്നുമില്ല, നാശനഷ്ടങ്ങളില്ല. അള്ളാഹു വലിയ കാരുണ്യം കാണിച്ചു, സുരക്ഷിതമായി സമൃദ്ധിയോടുകൂടെ ഈ ലോകത്ത് ജീവിക്കാനുള്ള അവസരം നൽകി. അപ്പോൾ ആ അവസരത്തെ ഞങ്ങൾ നന്ദിപൂർവം വിനിയോഗിക്കും. ശുക്ർ എന്ന ആയുധം പുറത്തെടുക്കും. പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചതുപോലെ അനുഗ്രഹങ്ങളിൽ ശുക്റുള്ളവരായി, നന്ദിയുള്ളവരായി ഞങ്ങൾ ജീവിക്കും. പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചു കഴിഞ്ഞാലും അനുഗ്രഹങ്ങളിൽ നന്ദി ചെയ്ത് ജീവിച്ചാലും വരാൻ പോകുന്നത് സ്വർഗീയമായ അനുഭവങ്ങൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞില്ലേ, അജബൽ ലി അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ഖൈർ വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. അവൻ്റെ ജീവിതത്തിൽ എന്തു വന്നാലും അവന് നന്മയാണ്. വേറെ ഒരാൾക്കും ഇങ്ങനെ ഒരു സൗഭാഗ്യം അവകാശപ്പെടാനാവില്ല. ഇൻ അസ്വാബത്തുഹു സറാഉ ശകറ ഫകാന ഖൈറല്ല. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തേടി വന്നാൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കും, ശുക്ർ ചെയ്യും, നന്ദി കാണിക്കും, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കും, അതവന് ഖൈറായി മാറും. വൈൻ അസ്വാബത്തുഹു ലറാഉ സബർ ഫകാന ഖൈറല്ല. പരീക്ഷണങ്ങൾ വന്നാൽ അള്ളാഹു നൽകിയതല്ലേ എന്നോർത്തുകൊണ്ട് ക്ഷമിക്കും, അള്ളാഹുവിൽ നിന്നുള്ള കൂലി കാക്ഷിച്ചുകൊണ്ട് സഹിക്കും. അതോടുകൂടെ അതും പരലോകത്തേക്കുള്ള വലിയൊരു നേട്ടമായി, ഒരു മുതൽക്കൂട്ടായി, ഒരു പാഥേയമായി, പൊതിച്ചോറായി അവന് പരലോകത്ത് ലഭിക്കുകയായി. ഇതാണ് സത്യവിശ്വാസി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നത്, ഞങ്ങൾ നശിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ വന്നാലും ഇല്ലെങ്കിലും ക്ഷമയിലൂടെയും നന്ദിയിലൂടെയും ഞങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ എത്തിച്ചേരും, സ്വർഗം സ്വന്തമാക്കും. ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ഈ ലോകത്തുമില്ല, പരലോകത്തുമില്ല. അതേസമയം ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. ഞങ്ങൾ ജീവിച്ചാലും മരിച്ചാലും സത്യനിഷേധികളായ നിങ്ങളെ വേദനാജനകമായ ശിക്ഷകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കാൻ, അതിൽ നിന്ന് നിങ്ങൾക്ക് അഭയം നൽകാൻ നിങ്ങൾക്കാരാണുള്ളത്? അള്ളാഹുവിൻ്റെ ചോദ്യം എത്ര പ്രസക്തമാണ്. അടുത്ത കാര്യം, ഖുൽ നബിയെ താങ്കൾ അവരോട് വീണ്ടും പറയണം, ഹുവർ റഹ്മാനു ആമന്നാ ബി വഅലൈഹി തവക്കൽനാ ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. കരുണാമയനായ അല്ലാഹു, ആമന്നാ ബിഹി, ആ അള്ളാഹുവിലാണ് ഞങ്ങൾ വിശ്വാസമർപ്പിച്ചത്. വഅലൈഹി തവക്കൽനാ, അവനിലാണ് ഞങ്ങൾ ഭരമേൽപ്പിച്ചത്. ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ? അതൊരു സത്യവിശ്വാസിയുടെ നിലപാടാണ്. ശത്രുക്കളെല്ലാം ചേർന്നുകൊണ്ട് സത്യവിശ്വാസികളെ ആക്രമിക്കാൻ വരുമ്പോൾ, ഏതെങ്കിലും തരത്തിൽ പേടിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഇവിടെ അതാണല്ലോ, സത്യനിഷേധികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിശ്വാസികളുടെയും നാശം കൊതിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള ഭീതിജനകമായ സാഹചര്യങ്ങൾ വരുമ്പോൾ വിശ്വാസി അതിനെ മറികടക്കുന്നത് എങ്ങനെയാണ്? എല്ലാവിധ ഷെറുകളെയും വിശ്വാസി മറികടക്കുന്നത് ഈമാന് കൊണ്ടും തവക്കുൽ കൊണ്ടുമാണ്. എത്ര പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വന്നാലും തവക്കുൽ ചെയ്യും, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കും.
ആലു ഇംറാനിലെ 173 ആയത്തിൽ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അവരെ കുറിച്ച് പറഞ്ഞില്ലേ, അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ശത്രുക്കൾ വളഞ്ഞിരിക്കുന്നു, നിങ്ങൾ പേടിച്ചേ മതിയാവൂ. ഏതു നിമിഷവും അവർ നിങ്ങളുടെ മേലെ ചാടി വീഴാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന, ആ വാർത്ത കേട്ടപ്പോൾ അവരുടെ വിശ്വാസം ഒന്നുകൂടി വർദ്ധിച്ചു. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളവൻ അല്ലാഹുവാണ്. അത് പറഞ്ഞതോടുകൂടെ അവരുടെ ഈമാനും തവക്കുലും അല്ലാഹു സ്വീകരിക്കുകയും വലിയ സഹായങ്ങൾ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്കുണ്ടാവുകയും ശത്രുക്കളെ തുരത്തി ഓടിക്കാൻ നിഷ്പ്രയാസം അവർക്ക് സാധ്യമാകുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. ആ നയമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്കെതിരെ എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയാലും ഞങ്ങൾക്ക് പേടിയില്ല. സത്യവിശ്വാസി ആരെയും പേടിക്കില്ല. അല്ലാഹുവിനെ അല്ലാതെ വേറെ ആരെയും ഭയപ്പെടാതെ ജീവിക്കും സത്യവിശ്വാസി. ഹുവർ റഹ്മാൻ, കരുണാമയനായ അല്ലാഹുവാണവൻ. ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ, ഞങ്ങൾ വിശ്വാസമർപ്പിച്ചത്, കാര്യങ്ങൾ ഭരമേൽപ്പിച്ചത് അവനിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല, ബേജാറുമില്ല. ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ, അല്ലാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് വ്യക്തമായ വഴികേടിൽ പോയിട്ടുള്ളത്, ആർക്കാണ് വഴിതെറ്റിയത്, ആർക്കാണ് മാർഗഭ്രംശം സംഭവിച്ചത്, ആരാണ് നരകാവകാശിയായി തീരാൻ പോകുന്നത് എന്ന് വഴിയെ നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടി വരും എന്ന് ശക്തമായ ശൈലിയിൽ അല്ലാഹു അവരോട് പറയുകയാണ്. ഇനി അവസാനത്തെ ഒരു താക്കീത് കൂടി. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ. നബിയെ, താങ്കൾ അവരോട് ചോദിക്കണം, അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങൾ ഇത്ര സന്തോഷത്തോടെ സുഖത്തോടെ സൗകര്യത്തോടെ ഭൂമിയിൽ വസിക്കുന്നത് ഇവിടെ സമൃദ്ധമായ വെള്ളം കിട്ടുന്നത് കൊണ്ടാണ്. കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം വെള്ളമുണ്ട്. കൃഷിക്ക്, ജലസേചനത്തിന് എല്ലാം നിങ്ങൾക്ക് സൗകര്യമുള്ളത് കൊണ്ടാണ് ഇത്രയും സുന്ദരമായി ജീവിതം മുന്നോട്ട് പോകുന്നത്. ഈ വെള്ളം അല്ലാഹുവിൻ്റെ ദാനമാണ്. ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ഒഴുകുന്ന നീരുറവകൾ ആര് കൊണ്ടുവന്ന് തരും? അല്ലാഹുവിൻ്റെ ചോദ്യമാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് വെള്ളം ഉള്ള സ്ഥലങ്ങളിലാണ്. പുരാതനമായ സംസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇന്ത്യയിലെ പുരാതനമായ സംസ്കാരം സിന്ധു നദിയുടെ തടങ്ങളിലാണത്. ചൈനീസ് സിവിലൈസേഷൻ, ചൈനയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഹുയാഹോ നദിയുടെ തീരങ്ങളിലാണ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സംസ്കാരം വരുന്നത് നൈൽ നദിയുടെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. മെസപ്പട്ടോമിയൻ സംസ്കാരം, ഇറാഖിലെ പഴയ സംസ്കാരം ഉണ്ടാകുന്നത് ദിജിലയുടെയും ഫുറാത്തിൻ്റെയും ടൈഗ്രീസിൻ്റെയും യൂപ്പട്രീസിൻ്റെയും സാന്നിധ്യം. നദികളുണ്ടാകുമ്പോൾ, ജലാശയങ്ങൾ ഉണ്ടാകുമ്പോൾ, ആവശ്യത്തിന് വെള്ളമുണ്ടാകുമ്പോൾ, സമൃദ്ധമായ ജലം കൂടെ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതം പുഷ്കലമാകുന്നത്, മനോഹരമാകുന്നത്, അത് പുഷ്ടിപ്പെടുന്നത്. ആ വെള്ളമെങ്ങാനും അല്ലാഹു തആല വറ്റിച്ചു കളഞ്ഞാൽ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ഒഴുകുന്ന വെള്ളം, പ്രവഹിക്കുന്ന നീരുകൾ ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക? ഇത് കേൾക്കുമ്പോൾ ശാസ്ത്രപൂജകരായ ചില ആളുകൾ പറഞ്ഞേക്കാം, ഭൂമിയിൽ എവിടെയാണ് വെള്ളമുണ്ടത് എന്ന് കണ്ടെത്താനുള്ള സംവിധാനം ഇന്നുണ്ട്. എത്ര ആഴങ്ങളിലാണെങ്കിലും അവിടെ നിന്ന് വെള്ളം പൊക്കിക്കൊണ്ടുവരാനുള്ള സംവിധാനം കയ്യിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ല. അത് വിഡ്ഢികളുടെ വർത്തമാനമാണ്. പഴയ കാലത്തും ധിക്കാരികളായ വിഡ്ഢികൾ ആ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ധിക്കാരിയുടെ മുമ്പാകെ ഈ ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞ ഒരു സംഭവം സ്വാബൂനി ഉദ്ധരിക്കുന്നുണ്ട്. ഫഖാല തഅതി ബിഹിൽ ഫുഊസ്, ഞങ്ങളുടെ കയ്യിൽ തൂമ്പായുണ്ട്, ഞങ്ങൾ ഭൂമിയിൽ കിളച്ച് വെള്ളം കണ്ടെത്തിക്കൊള്ളും എന്ന് പറയും. ശാസ്ത്രപൂജകന്മാരും യുക്തിവാദികളും നിരീശ്വരവാദികളുമൊക്കെ അങ്ങനെയുള്ള
വിഡ്ഢിത്തം തുളുമ്പുന്ന വർത്തമാനങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ ഒരു സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ ഈ താക്കീത് കേൾക്കുമ്പോൾ ഈ ഗംഭീരമായ ചോദ്യം, നിങ്ങളിന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ നിങ്ങൾക്ക് പ്രവഹിക്കുന്ന നീരുറവകൾ ആര് കൊണ്ടുവന്ന് തരും എന്ന ഗൗരവതമമായ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഭവ്യതയോടുകൂടെ വിനയത്തോടുകൂടെ സത്യവിശ്വാസി പറയും, അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവേ, നിനക്ക് മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. ഈ സൂറത്ത് അവസാനിക്കുമ്പോൾ 30-ാമത്തെ ഈ ആയത്ത് നമ്മൾ ഓതി തീരുമ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയൽ സുന്നത്താണ്. വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതേ ആശയം സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞിട്ടുണ്ട്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. വെള്ളം, ആ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, ദൈന്യതയാർന്ന രംഗങ്ങൾ, അതിനെക്കുറിച്ച് ആലോചിക്കണം. അള്ളാഹു വെള്ളത്തിലൂടെ നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങളെ ആലോചിച്ച് നാം നന്ദിയുള്ളവരാകണം. ഇത് സത്യനിഷേധികൾക്ക് മാത്രമല്ല, ഈ ചൂടുകാലത്ത് വിശ്വാസികളായ നമുക്കും ഈ ആയത്തിൽ പാഠമുണ്ട്. ഒരു സത്യവിശ്വാസി ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ വളരെ പ്രധാനമാണ് ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുക. അത് മനുഷ്യരാണെങ്കിലും ജീവജാലങ്ങൾ ഏതുമാണെങ്കിലും, മൃഗങ്ങളോ പക്ഷികളോ എന്തോ ആവട്ടെ. മുഗല്ലലായ നജസായി ഗണിക്കപ്പെടുന്ന നായക്ക് പോലും വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗം നേടിയ സൗഭാഗ്യവാന്മാരുടെ കഥകൾ ഹദീസുകളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒരുപോലെ കാണുന്നൊരു ഹദീസുണ്ട്. സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻളുറു ഇലൈഹിം. അന്ത്യനാളിൽ അല്ലാഹു തആല തീരെ പരിഗണിക്കാത്ത, അവൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത, അവൻ്റെ ശാപം ഏറ്റുവാങ്ങേണ്ടി വരുന്ന 3 കൂട്ടരുണ്ട്. അതിൽ 3-ാമതായി എണ്ണുന്നത് വറജുലുൻ മനഅ ഫളല മാഇൻ. താൻ കുടിച്ച്, താൻ ഉപയോഗിച്ച് ബാക്കി വരുന്ന വെള്ളം, മിച്ചം വരുന്ന വെള്ളം ദാഹിച്ചവശനായ ഒരാൾക്ക് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവൻ പരലോകത്ത് പരാജയപ്പെട്ടു പോകും. അവനോട് അള്ളാഹു പറയും, അൽ യൗമ അംനഉക ഫളലി കമാ മനഅത ഫളല മാ ലം തഅമൽ യദാക്. യാതൊരു അധ്വാനവുമില്ലാതെ നിന്റെ കയ്യിൽ വന്ന വെള്ളം, നിന്റെ ഉപയോഗം കഴിഞ്ഞ് മിച്ചം വന്നിട്ടും നീ മറ്റുള്ളവർക്ക് നിഷേധിച്ചല്ലോ, അതുകൊണ്ട് എൻ്റെ ഔദാര്യവും ഞാൻ നിനക്ക് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹു പരലോകത്ത് ഏറ്റവും വെറുപ്പോടുകൂടെ ആട്ടിയകറ്റുന്നൊരു വിഭാഗമാണ് സ്വന്തം ആവശ്യം കഴിഞ്ഞ് മിച്ചം വരുന്ന വെള്ളം ദാഹിച്ച് അവശരാകുന്ന മനുഷ്യർക്കും പക്ഷി മൃഗാദികൾക്കും നൽകാതെ പിടിച്ചു വെക്കുന്നവൻ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ സത്യവിശ്വാസികൾക്കും ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായ ഈ വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ ആരാണ് ഒഴുകുന്ന വെള്ളം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാനുള്ളത്? അൽഹംദുലില്ലാ, നമ്മുടെ ഈ 10 ദിവസത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. മൻ ഖറഅ സൂറത്തുൽ മുൽക്ക് ഫകഅന്നമാ അഹ്യാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിനെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയതിൻ്റെ തുല്യമായ പ്രതിഫലമാണ് സൂറത്തുൽ മുൽക്ക് നല്ലതുപോലെ പഠിച്ച് അർത്ഥമാലോചിച്ച് പാരായണം ചെയ്യുന്നവർക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഗ്ദാനം ചെയ്തത്. ഓരോ രാത്രിയിലും ആ പുണ്യം നാം കരഗതമാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാമ ആലൂസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ റൂഹുൽ മആനി എന്ന വിശ്രുതമായ തഫ്സീർ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് സൂറത്തുൽ മുൽക്കുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്, എനിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വകതിരിവുണ്ടായ പ്രായം തൊട്ടേ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാനുള്ള, പതിവായി അത് ഓതി ഉറങ്ങാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഈ ഒരു ഭാഗ്യം നമുക്കുമുണ്ടാകണം, നമ്മുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഉണ്ടാവണം. അതിനായിട്ടുള്ള പരിശ്രമങ്ങൾ ഈ പരിശുദ്ധ റമളാനിൽ നമ്മിൽ ഉണ്ടാവണം. സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാഖിഅയും സൂറത്തു സജദയും യാസീനുമൊക്കെ നിത്യവും നിരന്തരമായും പാരായണം ചെയ്യുന്ന നല്ല വിശ്വാസികളായി മാറാൻ ഈ ചരിത്രങ്ങൾ നമുക്ക് പ്രചോദനമാകണം. ബുഖാരി ഷരീഫിൻ്റെ ഒരു ഷറഹിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓരോ അറബ് മാസത്തിൻ്റെ ആരംഭത്തിലും
മാസപ്പിറവി കാണുന്ന സന്ദർഭത്തിൽ സുന്ന ഖിറാഅത്തു സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് സുന്നത്താണ്. ഇൻദ റുഅയത്തിൽ ഹിലാൽ, ഓരോ അറബ് മാസവും പിറക്കുമ്പോൾ മാസപ്പിറവി നമ്മൾ കാണുമ്പോൾ. എന്തിനാണ്? റജാ അൽ ഹിഫ്ളി മിനൽ മകാരിഹി ഫീ ദാലിക ഷഹരി, ആ മാസത്തിൽ വരാൻ സാധ്യതയുള്ള സർവ്വ ഷർറുകളിൽ നിന്നുമുള്ള കാവലായി സൂറത്തുൽ മുൽക്ക് നമുക്ക് മാറും എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. സൂറത്തുൽ മുൽക്ക് നിത്യവും പാരായണം ചെയ്യാനും അതിൻ്റെ എളിയ അർത്ഥങ്ങൾ, വളരെ ബാഹ്യമായ ആശയതലങ്ങൾ മാത്രമാണ് ചെറിയ രൂപത്തിൽ നാം ഇവിടെ ചർച്ച ചെയ്തത്. കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതിൻ്റെ പൊരുളുകൾ, ഖുർആനിൻ്റെ സൗന്ദര്യം, അതിൻ്റെ സൗരഭ്യത്തോടുകൂടെ ഉൾക്കൊള്ളാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ദുആ വസിയ്യത്തോടുകൂടെ എല്ലാ മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും എല്ലാ വിശ്വാസികളും വിശ്വാസിനികളും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ എപ്പോഴും ഉൾപ്പെടുത്തണമേ എന്ന വളരെ വിനീതമായ അഭ്യർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ രണ്ട് ലോകത്തും വിജയിപ്പിക്കട്ടെ. ഇതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ തൃപ്തിയും പൊരുത്തവും അവൻ നമുക്ക് നസീബാക്കി തരട്ടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലെത്താനും അള്ളാഹുവിൻ്റെ ലിഖാ ആസ്വദിക്കാനും ഇങ്ങനെയുള്ള പഠനങ്ങൾ അള്ളാഹു നമുക്ക് സബബാക്കി തരട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.